നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാരക്കാട് എന്ന ഗ്രാമത്തിൽ രാത്രികൾക്ക് ഭയത്തിന്റെ ഗന്ധമായിരുന്നു. കാരണം അവിടെ ഒടിയന്മാരുണ്ടായിരുന്നു. ഗർഭിണിയായ പശുവിന്റെ ഭ്രൂണത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ ചെവിയുടെ പിന്നിൽ തേച്ചാൽ അവർക്ക് ഏത് മൃഗത്തിന്റെ രൂപവും സ്വീകരിക്കാം. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ അത്യാഗ്രഹിയായിരുന്നു രാമൻ. കാവിലെ ഒളിപ്പിച്ചു വെച്ച നിധി സ്വന്തമാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനായി അയാൾ ഗ്രാമത്തിലെ അവസാനത്തെ ഒടിയനായ പണിക്കരെ തേടിയെത്തി. കാവിലെ നിധി കാക്കുന്നത് യക്ഷിയാണ് തമ്പുരാനെ. അവിടെ പോയാൽ ജീവൻ തിരികെ കിട്ടില്ല. നിനക്കുള്ള കൂലി ഇതാ. എന്നെ ആ കാവിലെത്തിക്കുക മാത്രം ചെയ്താൽ മതി. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. സ്വർണത്തിന്റെ തിളക്കത്തിൽ മയങ്ങിയ പണിക്കർ ആ ആപൽക്കരമായ യാത്രയ്ക്ക് സമ്മതം മൂളി. അങ്ങനെ ഒരു അമാവാസി രാത്രിയിൽ അവർ നിധി തേടി കാവിലേക്ക് യാത്ര തിരിച്ചു. കാവിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ പണിക്കർ തന്റെ മാന്ത്രിക എണ്ണ പുറത്തെടുത്തു. നിമിഷങ്ങൾക്കകം പണിക്കർ ഭയാനകമായ രൂപമുള്ള ഒരു വലിയ കറുത്ത കാളയായി രൂപാന്തരം പ്രാപിച്ചു. യക്ഷിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ രാമൻ ആ കാളയുടെ മറവിൽ പതുങ്ങി നടന്നു. ഒടുവിൽ അവർ കാവിന്റെ നടയിലെത്തി. നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന കരിങ്കൽ വാതിൽ. ഒടിയൻ കാള തന്റെ സർവശക്തിയുമെടുത്ത് ആ കരിങ്കൽ വാതിൽ തകർത്തെറിഞ്ഞു. നിധി, എന്റെ നിധി, ഇതെല്ലാം എനിക്കുള്ളതാണ്. രാമൻ സ്വർണം വാരി നിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ അയാൾ അറിഞ്ഞില്ല ആ കാവിലെ യക്ഷിയെ അയാൾ ഉണർത്തിക്കഴിഞ്ഞുവെന്ന്. കാവൽക്കാരിയായ യക്ഷി തന്റെ ഉറക്കം കെടുത്തിയവനെ തേടിയിറങ്ങി. പണിക്കരെ, എന്നെ രക്ഷിക്ക, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക. എന്നാൽ വാതിൽക്കൽ രാമനെ കാത്തുനിന്നത് ഒരു കാളയായിരുന്നില്ല, സാക്ഷാൽ പണിക്കരായിരുന്നു. കാവിലെ യക്ഷിക്ക് വിശക്കുമ്പോൾ കൊടുക്കാൻ എനിക്ക് ഇങ്ങനത്തെ അത്യാഗ്രഹികളെ മാത്രമേ കിട്ടാറുള്ളൂ തമ്പുരാനെ. രാമന്റെ നിലവിളി ആ കരിങ്കൽ ചുവരുകൾക്കുള്ളിൽ അവസാനിച്ചു. പണിക്കർ രാമൻ നൽകിയ സ്വർണവുമായി ഇരുളിലേക്ക് മറഞ്ഞു. അത്യാഗ്രഹം മനുഷ്യനെ എത്തിക്കുന്നത് മരണത്തിന്റെ പിടിയിലാണ്. ഒടിയന്റെ വാഗ്ദാനങ്ങൾ എപ്പോഴും മരണത്തിലേക്കുള്ള വഴികാട്ടിയായിരുന്നു.